പ്രിയ സുഹൃത്തുക്കളെ, ഇന്നലെ എനിക്കുണ്ടൊരു അനുഭവമാണ് ഞാനിവിടെ പങ്കുവെക്കുന്നത്. ഒരു 5-6 മാസം മുമ്പ് മലമ്പുഴയിലുള്ള എൻ്റെ റിസോർട്ടിൽ ഒരു കുറച്ച് 3-4 പയ്യന്മാർ വരികയും നല്ല സൗഹൃദ അന്തരീക്ഷത്തിൽ അവർ റൂമെടുത്ത് നല്ല ഹാപ്പിയായി തിരിച്ചുപോയ ആളുകളുമാണ്. അവർ ഇന്നലെയും വന്നിട്ട് റൂമെടുത്ത് ഭക്ഷണം വെക്കാനുള്ള ഒരു സൗകര്യം കൂടി ഞാൻ ചെയ്തു കൊടുത്തു. അതിലൊന്നും 1 രൂപ പോലും അധികം വാങ്ങാതെയാണ് ഞാൻ റിസോർട്ട് കൊടുക്കാറ്. സൗഹൃദത്തിൻ്റെ മുകളിൽ സൗഹൃദത്തിന് ഒരുപാട് വില കൽപ്പിക്കുന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ നല്ല സൗഹൃദങ്ങളെ എപ്പോഴും സാമ്പത്തികം മാത്രം നോക്കാതെ നമ്മൾ പ്രോത്സാഹിപ്പിക്കാറുണ്ട്. ഇന്നലെ അതുതന്നെ ഉണ്ടായത്. പക്ഷേ രാത്രി 12 മണിയായപ്പോഴേക്കും അവരുടെ സ്വഭാവം മാറി. പിന്നെ നിസാരം എന്തോ അവരുടെ ഒരു ബിയറിൻ്റെ കുപ്പി കാണാനില്ലാതെ പറഞ്ഞിട്ട് വിഷയമുണ്ടാക്കി. അപ്പോൾ ഞാൻ പറഞ്ഞു, അങ്ങനെ നിങ്ങളൊരു ബിയർ ഇവിടുന്ന് പോവുകയാണെന്ന് വെച്ചാൽ ആ ബിയറിൻ്റെ പൈസ ഞാൻ തരാം, അല്ലെങ്കിൽ നാളെ ഞാൻ മേടിച്ച് തരാം. ഞാൻ ഒരു ബിയർ അടിക്കാത്ത ഒരാളാണ്. പക്ഷേ എനിക്ക് പിന്നെ ഇപ്പോഴൊക്കെ റിസോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവുകൊണ്ട് ബിയർ എന്താണെന്നൊക്കെ മനസ്സിലാവും. ഞാൻ മേടിച്ച് കൊടുക്കാമെന്നും പറഞ്ഞു. പക്ഷെ അതിനൊന്നും അവർ വഴിപ്പെട്ടില്ല. പിന്നെ സംസാരം വല്ലാതെ ഓവറായപ്പോൾ ഞാൻ അവരുടെ ബിയർ എടുത്ത് കുടിച്ച പോലെ സംസാരമായപ്പോൾ ഞാൻ പറഞ്ഞു, മര്യാദയ്ക്കുള്ള സംസാരം മതി, അതാണ് 2 കൂട്ടർക്കും നല്ലത്, നാളെ നമുക്ക് സംസാരിക്കാം എന്ന് പറഞ്ഞ് അവർ മുകളിലാണ് റൂം എടുത്തിരുന്നത്. പിന്നെ അപ്പോൾ അവർ ചെയ്യൽ തുടങ്ങി. 12:30 ആയപ്പോൾ അവരതിൻ്റെ മുകളിൽ കട്ടിലിൻ്റെ മുകളിൽ നിന്ന് താഴത്തേക്ക് ചാടുക, ഡാൻസ് കളിക്കുക. അത് ചാടിയിട്ടില്ല ഡാൻസ്. സാധാ ഡാൻസൊക്കെ നമുക്ക് വെച്ചാൽ താഴത്ത് കിടക്കുന്ന ആളുകൾക്ക് ശല്യം ഉണ്ടാവാത്ത രീതിയിലൊക്കെ വെച്ചാൽ നമുക്ക് ഓക്കെ ആക്കാം. ഇത് അതിലൊക്കെ ഗംഭീരമായിട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്യണത് ശരിയല്ല എന്ന് പറഞ്ഞപ്പോൾ പൈസ തന്നിട്ടാണ്. പൈസ തന്നാൽ ഞങ്ങൾക്ക് എന്തും ചെയ്യാനുള്ള ഇതുണ്ട്, നീ വേണമെങ്കിൽ പോലീസിനെ വിളി. അതുവരെ ഏട്ടാന്ന് വിളിച്ച ആൾക്കാരാട്ടോ. പിന്നെ നീ വേണമെന്ന് വെച്ചാൽ പോലീസിനെ വിളി, നീ കണ്ടത് കൂട്ടിക്കോ എന്നൊക്കെയായി. ഇത് അവരും കൂടി കേൾക്കണം. ഞാൻ പറയണത് അവരും കൂടി കേൾക്കണം. കാരണം ഒരു റിസോർട്ട് കൊണ്ടുനടക്കൽ എന്ന് പറഞ്ഞാൽ വലിയൊരു ബാധ്യതയാണ്. കടവും ലോണും കാര്യങ്ങളൊക്കെ എടുത്തിട്ടാണ് ഒരു റിസോർട്ട് ഒരു ആൾ കൊണ്ടുനടക്കണത്. ഈ കസ്റ്റമർ നല്ല രീതിയിൽ പോയാലും നല്ല രീതിയിൽ ആ റിസോർട്ട് കൊണ്ടുനടന്നാലും മാത്രമാണ് അതിൽ നിന്ന് എന്തെങ്കിലും വരുമാനം കിട്ടാനും ഈ ബാങ്ക് ലോൺ അടക്കലൊക്കെ നടക്കും. നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങളൊക്കെ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ചെറുകിട റിസോർട്ടുകൾ. വലിയ പിന്നെ റിസോർട്ടിനെ പറ്റിയിട്ടല്ല, 5 സ്റ്റാർ ഹോട്ടലോ 3 സ്റ്റാർ ഹോട്ടലോ 4 സ്റ്റാർ ഹോട്ടലിനെ പറ്റിയിട്ടുമല്ല. ചെറുകിട റിസോർട്ടുകൾ നടത്തുന്ന ആളുകൾ ഒരുപാട് ബാധ്യതയും പ്രശ്നങ്ങളും അവൻ്റെ കുടുംബം ജീവിതവും മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ചെയ്യണതാണ്. അതിൻ്റെ ഇടയിലാണ് ഇത്തരം ആളുകളുടെ വിഷയങ്ങൾ ഉണ്ടാവുന്നത്. അപ്പോൾ കേരളത്തിലെ സമൂഹത്തിനോടാണ് പറയണത്, നിങ്ങൾ കള്ള് കുടിക്കണതോ ഇതിനൊന്നും നമ്മളെതിരല്ല. പക്ഷെ ഒരു പരിധി വരെ. എന്നിട്ട് അവൻ്റെ നെഞ്ഞത്തേക്ക് കയറുക. ഒരു റിസോർട്ടിൽ 1-2 ആൾക്കാരുണ്ടാവുക. ആ 2 ആൾക്കാർ ഇവർ റൂം എടുക്കുമ്പോൾ ഒരു റൂമിൽ 3-4 ആളുകൾ, 2 റൂം എടുത്താൽ അവർ വലിയൊരു സംഖ്യയായി, 6 ആളോ 7 ആളോ ആയി. ഇനി അതിലും വലിയൊരു പിന്നെ ടെമ്പോ ട്രാവലറൊക്കെ വന്നിട്ട് ആണെങ്കിൽ ട്രാവലറൊക്കെ വന്നാൽ 10, 15, 16 ആളായി. അപ്പോൾ ഒരു വലിയൊരു ജനസംഖ്യ അതിൻ്റെ ഒപ്പം ഉണ്ട്. ഇവിടെ റിസോർട്ടിലാണെന്ന് വെച്ചാൽ 1-2 ആളുകളാണ് ഉണ്ടാവുക. എല്ലാവരും കൂടി മേക്കിട്ട് കയറി 2 പൊട്ടിച്ചാൽ നമ്മൾ കൊള്ളല്ലാതെ നിവൃത്തിയൊന്നുമില്ല. അപ്പം നിങ്ങൾ കുറേയൊക്കെ സംയമനം പാലിക്കുക. എല്ലാ ആൾക്കാരോടും പറയണത്, ഞാൻ അടക്കമല്ല സമൂഹത്തിനോട് പറയണത്. എല്ലാവരും ജീവിക്കാൻ വേണ്ടിയിട്ടാണ്. വെറുതെ ഒരു പിന്നെ ആൾക്കാരെ വെറുതെ ബുദ്ധിമുട്ടിച്ചിട്ട് കാര്യമില്ലല്ലോ. നമ്മളൊക്കെ ഒരുപാട് ഞാൻ ദുബായിൽ ഒരുപാട് 5 സ്റ്റാർ ഹോട്ടലിൽ വർക്ക് ചെയ്തതാണ്.
ഇന്നേ വരെ കണ്ടിട്ടില്ല ഒരു കസ്റ്റമർ വന്നിട്ട് പിന്നെ അവിടുത്തെ സ്റ്റാഫിനെ പിടിച്ചിട്ട് പിന്നെ അടിക്കാൻ പോവലോ അല്ലെങ്കിൽ മര്യാദ ഇല്ലാതെ സംസാരിക്കലോ ഞാൻ കണ്ടിട്ടില്ല. കേരളത്തിലും പല റിസോർട്ടുകളിലും പോകുന്നുണ്ട്. നമ്മളായിട്ടൊരു വിഷയം ഉണ്ടാക്കാൻ പോകാറില്ല. കാരണം അവർ ജീവിക്കാൻ വേണ്ടി വന്നതാണ്. നമ്മളവിടെ പിന്നെ എവിടെയെങ്കിലും സ്ഥലങ്ങൾ കാണാൻ വേണ്ടി അത് ആസ്വദിക്കാൻ വേണ്ടി പോകുന്നതാണ്. അന്നത്തെ ഒരു ദിവസം അങ്ങോട്ട് പോവുകയാണ്. ഇന്നലെ എൻ്റെ ഒരു ദിവസം ഈ കള്ളുടിയന്മാർ കാരണം പോയി കിട്ടി. ഇന്ന് ഉച്ച വരെയും അതിൻ്റെ ടെൻഷനിലാണ് ഞാൻ. ഒരു വെറുതെ ആവശ്യമില്ലാതെ ഒരു ടെൻഷൻ. അതേപോലെ തന്നെ റിസോർട്ട് വാടകയ്ക്ക് കൊടുക്കുമ്പോൾ അവരെ കൊണ്ടുണ്ടാവുന്ന വിഷയങ്ങൾ, ഇതൊക്കെ നമ്മൾ തരണം ചെയ്തിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഇത് പിന്നെ നീട്ടിക്കൊണ്ടുപോകാൻ താല്പര്യമില്ല. നമ്മൾ സഞ്ചാരികൾ റിസോർട്ടിൽ പോയി അവിടുത്തെ സൗകര്യങ്ങൾ ഉറപ്പ് വരുത്തി, സൗകര്യമില്ലെങ്കിൽ വേറെ റിസോർട്ടുകളില്ലേ, അവിടെ പോകാമല്ലോ. നിങ്ങളെ ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ള റിസോർട്ടിൽ പോവുക. അത് പിന്നെ അവിടുത്തെ ബാത്റൂം അവരുടെ പിന്നെ ഹൈജനിക് ആണോ എന്നൊക്കെ നോക്കി ഉറപ്പ് വരുത്തിയിട്ട് അതിൽ പോയാൽ മതി. അല്ലെങ്കിൽ ഇവിടെ പിന്നെ JW മാരിയോട്ടും മറ്റ് അതുപോലെയുള്ള ഹോട്ടലുകളുണ്ട്. ബുർജുൽ അറബും ബുർജ് ഖലീഫയും ഒക്കെ ഉണ്ട്. നിങ്ങളിൽ പൈസ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ പോവാം. അറ്റ്ലാന്റിസ് ഹോട്ടലിലൊക്കെ പോയാൽ കക്കൂസിൽ കടന്നുറങ്ങാം. അവിടെ പോയി നിങ്ങൾ ഉറങ്ങിക്കോള്, നമുക്ക് ആക്ഷേപമല്ല. അപ്പോൾ ചെറുകിട ഹോട്ടലിൽ അതിൻ്റേതായ ഫെസിലിറ്റി ഉള്ളൂ. അത് പൊരുത്തപ്പെട്ടിട്ട് മതി നിൽക്കൽ. എന്തിനാണ് വെറുതെ അത് ഇഷ്ടപ്പെട്ടിട്ടാണല്ലോ നിങ്ങൾ റൂമിന് വാടകയും റെൻറ്റും കാര്യങ്ങളും കൊടുക്കണത്. എന്നിട്ട് അവിടെ ചെന്നിട്ട് വെറുതെ പിന്നെ അവരെ മേക്കിട്ട് കയറിയിട്ട് എന്താ കാര്യം? അപ്പോൾ നമുക്ക് തൃപ്തി അല്ലെങ്കിൽ അവിടുന്ന് പോരുക, അതല്ലേ വേണ്ടത്. ഈ വില്ലത്തരം നിങ്ങൾ തമിഴ്നാട്ടിലോ അല്ലെങ്കിൽ കർണാടകയിലോ പോയിട്ട് ചെയ്യാൻ നിങ്ങൾക്ക് കഴിയുമോ? നല്ല പടയാണ് കിട്ടും, വേറെ കുഴപ്പമൊന്നും ഉണ്ടാവില്ല. ഇവിടെ എന്താ വെച്ചാൽ കേരളത്തിൽ കഴിയണതും തമ്മിലൊരു വിഷയം വേണ്ട, നാളെയും കാണണ്ടെന്ന് വിചാരിച്ചിട്ട് ആരും ഒന്നും ചെയ്യില്ല. എനിക്ക് ഗവൺമെൻറ്റിലത്തെ പ്രത്യേകിച്ച് മുഹമ്മദ് റിയാസിനെ പോലെയുള്ള മന്ത്രിയോട് ആവശ്യപ്പെടാനുള്ളത്, ഇത്തരം ആളുകളെ ജാമ്യമില്ലാത്ത വകുപ്പ് ഉൾപ്പെടുത്തണം എന്നുള്ളതാണ്. ഇത്തരം തെമ്മാടിത്തം കാട്ടാൻ വേണ്ടിയിട്ട് റിസോർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കേരളത്തിൻ്റെ ടൂറിസം മേഖലേനെ വികസിപ്പിക്കാനുള്ള ഇനി വരും കാലഘട്ടങ്ങളിൽ കേരളത്തിൻ്റെ വികസന ടൂറിസത്തിൽ കൂടെയാണ്. അതിന് ഈ റിസോർട്ടുകൾ നിർബന്ധമാണ്. അവിടെ ഇത്തരം തെമ്മാടിത്തം കാട്ടുന്ന ആളുകളെ റിമാൻഡ് ചെയ്യണം, ജാമ്യം കൊടുക്കരുത്. അതിനുള്ള വകുപ്പ് കേരള ഗവൺമെൻറ് കണ്ടെത്തണം എന്നാണ് റിസോർട്ടുകളുടെ ഒരു മെമ്പർ നിലയ്ക്ക് പറയാനുള്ളത്. എനിക്ക് ഈ കേരള സർക്കാരിനോട് ആവശ്യപ്പെടാനുള്ളത് അതാണ്. ഇത് വലിയൊരു വിപത്താണ്. കള്ളും കഞ്ചാവും അടിക്കുക, റിസോർട്ടിൽ വെച്ചിട്ടല്ല പുറത്തെവിടെയെങ്കിലും പോയി അടിക്കും, എന്നിട്ട് വന്നിട്ട് വെറുതെ നെഞ്ഞത്തേക്ക് കയറുക. ഇത് സ്ഥിരം പതിവാണ്. എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ റിസോർട്ട് വയനാട്ടിൽ പൂട്ടിക്കിടക്കുക, ഇതേ സംഭവം തന്നെയാണ്, ഇതേ വിഷയങ്ങളാണ്. എന്നും പിന്നെ ഇത്തരം ടീമുകൾ വരിക, എന്നിട്ട് റിസോർട്ടിൻ്റെ ഉടമേനെ അടിക്കുക, റിസോർട്ടിൻ്റെ മാനേജറെ അടിക്കുക, സ്റ്റാഫിനെ അടിക്കും ചെയ്താൽ എങ്ങനെ അത് കൊണ്ടുനടക്കാൻ കഴിയുക? അപ്പോൾ സർക്കാർ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം. മുഹമ്മദ് റിയാസ് ഇത്തരം കാര്യങ്ങളിൽ ബന്ധപ്പെടണം എന്നുള്ളത് ഒരു സഖാവ് എന്നുള്ള നിലയ്ക്ക് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്.